സെൻസസ് വരുന്നുണ്ട്, നടക്കണം ജാതി സെൻസസ്. ഈ ജാതി സെൻസസിൽ നമ്മൾ കെയർഫുൾ ആയിരിക്കും. എന്താ കാരണം വെച്ചാൽ വിശ്വകർമ്മ ബ്രാഹ്മൺ എന്നൊരു വാക്കുണ്ട്. അത് അറിയാതെ നമ്മളൊരു പൊങ്ങച്ചത്തിന് വേണ്ടി ഞങ്ങളുടെ ആൾക്കാരിലൊക്കെ ചെല്ലുന്നത് അതൊക്കെ പൊങ്ങച്ചോളം. ഞങ്ങളൊക്കെ പഴയ നമ്പൂതിരിമാര്, ഞങ്ങൾ കൊടുങ്ങല്ലൂരാണ്, ഞങ്ങൾ കൊടുങ്ങല്ലൂരാണ്. പക്ഷേ ഞങ്ങൾ പഴയ നമ്പൂതിരിമാരാണ്, അങ്ങനെ കൺവെർട്ടറാണ്, ഇങ്ങനെയാണ് എന്ന് പറയും. സംഭവം ചിലപ്പോൾ SC/ST ആയിരിക്കും, അല്ലെങ്കിൽ OEC ആയിരിക്കും. പക്ഷെ ഡയലോഗിൽ കുഴപ്പമില്ല. അതേമാതിരി വിശ്വകർമ്മൻ എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ വിശ്വകർമ്മ ബ്രാഹ്മണനാണ്, അത് ഞങ്ങൾ ഫോർവേഡ് കാസ്റ്റാന്ന് പറഞ്ഞ് രേഖപ്പെടുത്തരുത്. ഞങ്ങളുടെ ആൾക്കാരോട് ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ മാപ്പിള എന്ന് പറഞ്ഞിട്ട് രേഖപ്പെടുത്താൻ പാടുള്ളൂ. കാരണം മാപ്പിള എന്നൊരു വാക്ക് ഉപയോഗിക്കുമ്പോൾ മാപ്പിള എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ വാക്ക് ഉപയോഗിക്കും. അപ്പൊ അതിന് ഓട്ടോമാറ്റിക്കലി ഒരു OBC പശ്ചാത്തലം വരും. അതേസമയം നമ്മൾ മുസ്ലിം എന്ന വാക്കിൽ ഉപയോഗിച്ചാൽ ചിലപ്പോൾ അതിന് OBC പശ്ചാത്തലം വരില്ല. അതുകൊണ്ട് ഇത്തവണത്തെ സെൻസസ് വളരെ വളരെ ക്രൂഷ്യലാണ്. കാരണം ഞാൻ ഇപ്പൊ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് 10-40 ലക്ഷം പേര് വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ടവരുണ്ട് എന്നാണ് അവരുടെ ക്ലെയിം. പക്ഷെ ഒഫീഷ്യൽ റെക്കോർഡിൽ അത് കാണുന്നില്ല. കാരണം ഇത്തവണത്തെ സെൻസസിൽ എത്ര ശതമാനമുണ്ടോ അതിനനുസരിച്ചിട്ട് കേരളത്തിലെ PSCയിലെ സംവരണവും സർക്കാർ സർവീസിലെ സംവരണവും എയ്ഡഡ് കോളേജിലെ സ്കൂളിലെയും സംവരണവും വിദ്യാഭ്യാസ രംഗത്തെ സംവരണവും അതിനനുസരിച്ചിട്ട് അതിൽ മോഡിഫിക്കേഷൻ വരുത്തേണ്ടി വരും. കാരണം ഈ സമുദായങ്ങളിലൊക്കെ ഉള്ള താരമെന്ന് വെച്ചാൽ അവർ ചിലപ്പോൾ കാണാൻ ഒരു ഹിന്ദു എന്ന് എഴുതി പറയും. ഞാൻ പറയാൻ കണ്ടു, അവർ ജാതിയൊന്നും അവർ എഴുതില്ല, അവരുടെ ഇതൊന്നും പഠിക്കുന്നില്ലല്ലോ, അവർ എഴുതി പറയും. അല്ലെങ്കിൽ ഇത്ര വ്യത്യാസം നമുക്ക് കാണാൻ പാടില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞ കണക്കനുസരിച്ചിട്ടാണ് കേരളത്തിൽ 80 ലക്ഷമാണ് മുസ്ലിമുള്ളത്. മുസ്ലിം ശതമാനം 25%. അപ്പൊ ഈ കണക്ക് വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ശതമാനം 10% വേണ്ടേ? ഇത് വേണം. പക്ഷെ മൊത്തം OEC 8% ഉള്ളൂ. കാരണം കേരളത്തിലെ കണക്ക് എങ്ങനെ 22% ഇഴവ്, 8% OEC, 10% SC/ST, 12% നായർ, അങ്ങനെ 56%. മറ്റത് ഞങ്ങൾ 25-ഉം 18-ഉം കൂടെ ആണ് വരുന്നത്. അത് 44-ന്റെ അടുത്ത് 43-44ആണ്. അത് കറക്റ്റ് ഫിഗറില്ല, 40-44 ഇടയിലാണ്. അപ്പൊ അവിടെ ഒരു ഗ്യാപ്പ് വേണം. ആ ഗ്യാപ്പ് എന്താണെന്നുള്ളത് ആണ് ഇഷ്യൂ. അത് എത്ര ശതമാനം മറ്റുള്ള ചെറിയ ഹിന്ദു സമുദായങ്ങൾ, നേരത്തെ പറയാം 72 സമുദായങ്ങളുണ്ടല്ലോ, അവരുണ്ട് എന്നുള്ളത് കൂടി ഒരു ഇഷ്യൂ ആണ്. അപ്പൊ ഈ സെൻസസിൽ വളരെ കറക്റ്റായിട്ടുള്ള ഒരു പിക്ചർ കിട്ടിയതിന് ശേഷം നമ്മളെല്ലാവരും സർക്കാരിനെ പെറ്റീഷൻ ചെയ്യേണ്ടി വരും. അതായത് ഇതിന് ചേഞ്ച് വരുത്തണം, ഈ ശതമാനങ്ങളിൽ ചേഞ്ച് വരുത്തണം എന്നുള്ളത്. അത് പെറ്റീഷൻ ചെയ്ത് അതിൽ ചേഞ്ച് വരുത്തേണ്ടി വരും. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് പ്രൈവറ്റൈസേഷന്റെ ഈ കാലഘട്ടത്തിൽ എയ്ഡഡ് മേഖലയിൽ ഒന്നും കിട്ടാതെ നൂറ്റാണ്ടിലെ ദശാബ്ദങ്ങളോളമായിട്ട് ഒന്നും കിട്ടാതെ തിരിഞ്ഞു കളിക്കുന്ന കുറെ സമുദായങ്ങളുണ്ട്. ആ സമുദായങ്ങളുടെ മുഖ്യ സമുദായമായ വിശ്വകർമ്മ സമുദായം അതിന് മുൻനിരയിൽ നിന്നു. ഇവിടെ ഒരു പൊളിറ്റിക്കൽ ബാർഗൈനിങ് ആണല്ലോ നടത്തുന്നത്. മുൻനിരയിൽ നിന്നുകൊണ്ട് അത് വാങ്ങിച്ചെടുക്കണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ മറ്റേ കൺസെപ്റ്റും കറക്റ്റാണ്, MBC. അത് നിങ്ങൾ വേറെ തന്നെ കൂടണം. ഞാനിതൊക്കെ പറഞ്ഞുതരാം. അല്ല, ഞങ്ങളുടെ കൂടെ അങ്ങനെ സമുദായ സംവരണം കറങ്ങിയിട്ട് വലിയ കാര്യമില്ല. കാരണം വെച്ചാൽ ആ 2 സമുദായവും മുകളിലാണ്. ഈ മറ്റേ ഞങ്ങളുടെ ആൾക്കാരുടെ വേറെ തമാശയുണ്ട്. അവർ ഞങ്ങൾക്ക് ഗവൺമെന്റ് ജോലി ഇല്ല. ഗവൺമെന്റ് ജോലിക്ക് എനിക്ക് ആവശ്യമില്ലല്ലോ. ബെൻസ് കാർ നടക്കണം എന്തിനാ ഗവൺമെന്റ് ജോലി? അപ്പോ അല്ല, അത് സത്യമാണ്. ഞാൻ സത്യങ്ങൾ പറയുന്നത് എല്ലാം സത്യമാണ്. അതായത് ഒരു കച്ചവട സമുദായം ആവുമ്പോൾ അവർക്ക് അത്ര വലിയ ഗവൺമെന്റ് ജോലിനോട് താല്പര്യമില്ല. ഇപ്പൊ തന്നെ ഞങ്ങളുടെ MES-ന്റെ മഞ്ജു ഞങ്ങളുടെ മുന്നിലിരിക്കുന്നത് MES ഓഫീസിൽ 60% ഹിന്ദുക്കളുണ്ട്. 60%. അതൊരു സാമുദായിക സംഘടനക്ക് അങ്ങനെ ഉണ്ടാവും. ഞങ്ങളുടെ സംഘടനക്ക് മാത്രമേ ഉള്ളൂ. എന്താ കാരണം അറിയാം? അവര് വളരെ കൃത്യനിഷ്ഠയോട് കൂടിയിട്ട്, കർമ്മബുദ്ധിയോട് കൂടിയിട്ട് കറക്റ്റ് ടൈമിന് വരികയും കറക്റ്റായിട്ട് പണിയെടുക്കുകയും അവർക്ക് ഗൾഫിൽ പോകേണ്ട മോഹമോ അമേരിക്കയ്ക്ക് പോകേണ്ട മോഹമോ അതിമോഹങ്ങളെ കയറിയിട്ട് വഹാബാവാറോ യൂസഫരിയാവാറായിട്ട് ഒരു ഐഡിയ വെക്കില്ല. അവർ വളരെ ഹാപ്പിയാണ്. കിട്ടാനുള്ള പെൻഷൻ എന്താണ്, അടുത്ത പേ റിവിഷൻ എത്രയായിരിക്കും, ഇത്രയൊക്കെയുള്ള നല്ല ചിന്തകൾ മാത്രമേ ഉള്ളൂ. ഉച്ചക്ക് ഭക്ഷണം വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന്, അല്ലാതെ വേഗം സാധനങ്ങൾ പോയിട്ട് ബിരിയാണി അടിക്കാൻ പോവുക, അതൊന്നുമില്ല. അപ്പൊ ആ തരത്തിലുള്ള അപ്പൊ അതുകൊണ്ട് അവരെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു. അവർ ഞങ്ങളെ കൂടെ നോക്കുന്നു. എത്രയോ ഇപ്പൊ എന്റെ അച്ഛന്റെ കാലഘട്ടം തൊട്ടിട്ട് അവരെല്ലാവരും ഞങ്ങളോട് നോക്കുന്നു. ഇതൊക്കെ നമുക്ക് കാണാവുന്ന ഈ MES ഓഫീസ് ഇവിടെ തന്നെ നിങ്ങൾ പോയി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. ഏതെങ്കിലും ഒരു സംഘടനയുടെ, ഒരു മുസ്ലിം സംഘടനയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുസ്ലിമോ ഒരു ഹിന്ദുവോ, MES-ന്റെ അങ്ങനെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അതായത് കംപ്ലീറ്റ് അഡ്മിനിസ്ട്രേഷൻ. അവിടെയല്ലേ ഞങ്ങൾ ഈ ചർച്ച നടത്തുന്നു, അവിടെയല്ലേ ഞങ്ങൾ NSS മുട്ടാനായിട്ട് പ്ലാനെടുക്കും. അതിന്റെ മുട്ടലിന്റെ രേഖകൾ തയ്യാറാക്കി തരുന്നത് നല്ല അച്ഛൻ നായരാണ്. സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമല്ലോ അവര്. NSS നയം തെറ്റ് എന്ന് പറഞ്ഞിട്ട് ഇത് സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവന്നത് എനിക്ക് അടിച്ചു തന്നിരുന്ന ഒരു രാമനാഥൻ നായർ.
മനസ്സിലായില്ലേ? മൂപ്പരാണ് എനിക്ക് കൊണ്ടുതരുന്നത്, മൂപ്പരാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. അപ്പൊ അല്ലാതെ ഞാൻ പറഞ്ഞ ഇതൊക്കെ ഒരു സൗഹാർദ്ദത്തിന്റെ ലൈൻ, നമ്മളെ വിരോധത്തിന്റെ ലൈനിൽ എടുത്താലുള്ളൂ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ തരത്തിലുള്ള ഒരു നീക്കമാണ് MES നടത്തിയിട്ടുള്ളത്. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് വെറും സത്യം മാത്രമാണ്. നമ്മൾ പറഞ്ഞ ദൈവത്തിനെ മുൻനിർത്തിക്കൊണ്ടുള്ള സത്യങ്ങൾ മാത്രമാണ്. ഈ സത്യം നമ്മൾ പറഞ്ഞ കാര്യം ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ കിട്ടാൻ നമുക്ക് ഒരു എതിർപ്പില്ല. അതാണ് നമ്മുടെ പോയിന്റ്. നമുക്ക് കിട്ടുന്ന നമുക്ക് കിട്ടും, ബാക്കിയുള്ളവർക്ക് ആർക്കും കിട്ടിക്കൊള്ളാം. അതാണ് നമ്മുടെ പോളിസി ഇക്കാര്യത്തിലുള്ളത്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് വിശ്വകർമ്മർക്ക് എല്ലാ തരത്തിലുള്ള ഇനിയും വലിയ വലിയ സൗദങ്ങളും ഇന്ദ്രപ്രസ്ഥവും ഹസ്തിനപുരിയൊക്കെ പണിയാനുള്ള ആയസ് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. അല്ല, അതൊക്കെ പറഞ്ഞത് നിങ്ങളാണല്ലോ അല്ലേ? ഞാൻ വായിച്ചിട്ടുണ്ട് കുട്ടിക്കാലത്തൊക്കെ ഹസ്തിനപുരി, ഇന്ദ്രപ്രസ്ഥം ഇതൊക്കെ പണിതിട്ടുള്ളത് വലിയൊരു വിശ്വകർമ്മ അല്ലേ? അന്ന് വിശ്വകർമ്മ എന്നാണ് പേര് വിളിക്കുന്നത് അല്ലേ? അവരാണ് അത്. പക്ഷെ എനിക്ക് അനുഭവം തോന്നി നിങ്ങളായിട്ട് ഇടപാട് വന്നതിന് ശേഷം പിന്നെയാണ് ഞാൻ മനസ്സിലാക്കണം ഇവർ ബ്രാഹ്മണരെക്കാട്ടും മുകളിലാണെന്നാണ് ഇവർ പറയണം. ബ്രഹ്മൻ അപ്പൊ അതിനെക്കാട്ടും മുകളിലാണ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജാതീയത സൂക്ഷിച്ചു ചെയ്തത്. കാരണം വടക്കേ ഇന്ത്യയിൽ പല വിശ്വകർമ്മരും ഫോർവേഡ് കാസ്റ്റ്, ചില സംസ്ഥാനങ്ങളിൽ ഫോർവേഡ് കാസ്റ്റ്, ചില സംസ്ഥാനങ്ങളിൽ ബാക്ക്വേർഡ് കാസ്റ്റ്. അപ്പൊ ഇവിടെ ബാക്ക്വേർഡ് കാസ്റ്റാണ്, മറ്റുള്ള സ്ഥലങ്ങളിൽ ഫോർവേഡ് കാസ്റ്റാണ്. അപ്പൊ എല്ലാ ആശംസകളും നേരും.